അവരെ ദേശീയ ഭാരവാഹികളെ പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ ബി കേരളത്തിലെ 4-5 ലോക്സഭാ സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കൂടി അനൗദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. അവരോട് ഇലക്ഷൻ രംഗത്തേക്ക് ഇറങ്ങുവാൻ നിർദ്ദേശിക്കുന്നു എന്ന വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 3 വർഷത്തോളം ലോക്സഭാ ഇലക്ഷന് അവശേഷിക്കെ ബി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എത്രത്തോളം മുന്നൊരുക്കങ്ങൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടത്തുന്നു എന്ന് മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ശ്രദ്ധിക്കേണ്ട സമയമാണിത്. പ്രത്യേകിച്ചും കേരളത്തിൽ വേരൂന്നുവാൻ തീവ്ര ശ്രമങ്ങൾ നടത്തുന്ന ഈ അവസരത്തിൽ മുൻനിര നേതാക്കന്മാരെ അവർ 4-5 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് എപ്പോഴോ സെലക്ട് ചെയ്ത് അവിടെ വീടെടുത്ത് താമസിച്ച് വർക്ക് ചെയ്യുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങളിലൊക്കെ വിശദമായ വാർത്തകളുണ്ടായിരുന്നു. അതിലൊന്ന് തിരുവനന്തപുരമാണ്. ഇപ്പോൾ നേമം MLA ആയിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച രാജീവ് ചന്ദ്രശേഖരൻ അവിടെ മത്സരിക്കും എന്നാണ് വിശകലനങ്ങളിലൊക്കെ കാണുന്നത്. ആറ്റിങ്ങലിൽ കഴിഞ്ഞ പ്രാവശ്യം മഞ്ചേശ്വരത്ത് മത്സരിച്ച കെ സുരേന്ദ്രൻ, നിയമസഭയിൽ നിന്ന് മഞ്ചേശ്വരത്ത് മത്സരിച്ച മുൻ സംസ്ഥാന പ്രസിഡന്റും ഇപ്പോൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള കെ സുരേന്ദ്രൻ മത്സരിക്കും. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ചാത്തന്നൂരിൽ നിന്ന് ഇപ്പോൾ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഗോപകുമാർ മത്സരിക്കും. ആലപ്പുഴയിൽ നിന്ന് നേരത്തെ ആലപ്പുഴയിൽ നിന്നും പരാജയപ്പെട്ട വേണുഗോപാലിനോട് പരാജയപ്പെട്ട ശോഭാ സുരേന്ദ്രൻ മത്സരിക്കും. തൃശ്ശൂരിൽ നിലവിലുള്ള MP സുരേഷ് ഗോപി തന്നെ മത്സരിക്കും എന്ന ഒരു വിശകലനമാണ് മാധ്യമങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിൽ തിരുവനന്തപുരത്തെ കാര്യമെടുക്കുകയാണെങ്കിൽ ശശി തരൂർ അടുത്ത പ്രാവശ്യം മത്സരിക്കുവാൻ സാധ്യതയില്ല. കഴിഞ്ഞ പ്രാവശ്യം തന്നെ വളരെ കടുത്ത മത്സരമാണ് നടന്നത്. 16,707 വോട്ടുകൾക്കാണ് ശശി തരൂർ ജസ്റ്റ് പാസ്സായത് എന്നൊരു കാര്യമുണ്ട്. കടുത്ത മത്സരം നൽകുവാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും രാജീവ് ചന്ദ്രശേഖർ ആളും അർത്ഥവുമൊക്കെയുള്ള രാഷ്ട്രീയക്കാരനാണ്. അടുത്ത പ്രാവശ്യം ഒരു കടുത്ത മത്സരം പരിഗണിക്കാവുന്നതാണ്. ശശി തരൂർ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുവാൻ തയ്യാറെടുക്കുകയും അദ്ദേഹം അടുത്ത പ്രാവശ്യം ഇലക്ഷനിൽ മത്സരിക്കാതിരിക്കുകയും ചെയ്താൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് BJPയും കോൺഗ്രസും തമ്മിൽ കടുത്ത ഒരു മത്സരത്തിനുള്ള സാധ്യതകൾ തന്നെയാണ് തെളിയുന്നത്. ഒരുപക്ഷേ ശബരിനാഥ്, ഇപ്പോൾ നേമത്ത് രാജീവ് ചന്ദ്രശേഖരനോട് പരാജയപ്പെട്ട ശബരിനാഥ് അവിടെ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുവാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ കോൺഗ്രസ്സിന് തിരുവനന്തപുരം ജില്ലയിലെ സാഹചര്യങ്ങളൊക്കെ വെച്ച് ഒരു എഡ്ജ് ഉണ്ടെങ്കിലും BJPയുമായിട്ട് കടുത്ത മത്സരം തന്നെ നടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ തൃശ്ശൂരിലേക്ക് വരികയാണെങ്കിൽ സുരേഷ് ഗോപിയാണ് അവിടെ സ്ഥാനാർത്ഥി എന്ന് ഉറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും സുരേഷ് ഗോപിയെ നമ്മളൊന്ന് അവലോകനം ചെയ്യുകയാണെങ്കിൽ സുരേഷ് ഗോപി അവിടെ MP ആയി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ BJP വിചാരിച്ചത് അതിൻ്റെ ഒരു പ്രതിഫലനം കോർപ്പറേഷനിൽ തിരഞ്ഞെടുപ്പിലും ഒപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഒക്കെ ഉണ്ടാകുമെന്നാണ്. പക്ഷേ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു കൗൺസിലറാണ് കൂടിയിട്ടുള്ളത്. അതും ഈ വോട്ട് തുല്യമായി വന്നതിന് ശേഷം ഈ ടോസ് ഇട്ട് നേടിയ ഒരു കൗൺസിലറാണ്. അതിൻ്റെ ഒരു നേട്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുപോലെ നിയമസഭാ മണ്ഡലങ്ങളിലെ ഒക്കെ ഒരു അവലോകനം എടുത്താൽ മിക്ക നിയമസഭാ മണ്ഡലങ്ങളിലും BJPക്ക് വോട്ട് കുറയുകയാണ് ചെയ്തത്. നമ്മൾ പുതുക്കാട് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം 27,000 വോട്ടുകളാണ് BJP പിടിച്ചത്. അതിനു മുമ്പ് 2021 34,000 വോട്ടുകൾ ഉണ്ടായിരുന്നു. ഇരിങ്ങാലക്കുടയിലും അങ്ങനെ തന്നെയാണ്. 33,000 വോട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് 27,000 വോട്ടുകളായി കഴിഞ്ഞ പ്രാവശ്യം കുറഞ്ഞിട്ടുണ്ട്. നാട്ടികയിൽ അവിടെ വോട്ട് കൂടിയിട്ടുണ്ട്, 45,000 വോട്ട് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞതിൻ്റെ അങ്ങേ പ്രാവശ്യം 37,000 വോട്ടുകളായിരുന്നു. പക്ഷേ അവിടെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ CPIയുടെ MLA CC മുകുന്ദൻ അവിടെ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചു എന്നാണ്. അതാണ് അദ്ദേഹത്തിന് കുറച്ച് വോട്ടുകളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അവിടെ കൂടിയിട്ടുള്ളത് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. തൃശ്ശൂരിലോട്ട് നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ 40,457 വോട്ട് കഴിഞ്ഞതിൻ്റെ 2021 സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ നേടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പത്മജ വേണുഗോപാൽ മത്സരിക്കുമ്പോൾ 28,662 വോട്ടുകളാണ് നേടിയിട്ടുള്ളത്. ഒല്ലൂരിൽ 2021 22,295 വോട്ടുകളായിരുന്നെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം 19,000 വോട്ടുകളായി കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ മണലൂരിൽ അവിടെയും ചെറിയ രീതിയിൽ വോട്ടുകൾ വർദ്ധിച്ചിട്ടുണ്ട്. 1,000 വോട്ടിൻ്റെ വർധന മാത്രമേ കഴിഞ്ഞതിൻ്റെ അങ്ങേ പ്രാവശ്യത്തേക്കാൾ കഴിഞ്ഞ പ്രാവശ്യം ഉള്ളൂ. 36,656 വോട്ട് 2021 ഉണ്ടെങ്കിൽ 2026 ആകുമ്പോൾ 38,000 കൂടിയിട്ടുണ്ട്. ഗുരുവായൂരിലും വോട്ട് കൂടിയിട്ടുണ്ട്. ഗോപകുമാർ എന്ന് പറയുന്ന BJPയുടെ ഗോപകുമാർ, നമ്മുടെ ഒട്ടകം ഗോപൻ എന്നറിയപ്പെടുന്ന പുള്ളിക്കാരൻ കുറച്ച് വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്, 28,000 വോട്ട്, കുറച്ച് വർഗീയതയൊക്കെ പറഞ്ഞ്. എന്തായാലും 1-2 മണ്ഡലങ്ങളിൽ ഒഴിച്ച് ബാക്കിയുള്ള മണ്ഡലങ്ങളിലൊക്കെയും സുരേഷ് ഗോപിയുടെ ഒരു പ്രതീക്ഷ MP ആയി തിരഞ്ഞെടുക്കപ്പെടുമ്പോഴുള്ള പ്രതീക്ഷ അത് നിലനിർത്തിയില്ല എന്നാണ് വ്യക്തമാകുന്നത്. നമ്മൾ തൃശ്ശൂരിലെ ഒരു അവലോകനം എടുക്കുകയാണെങ്കിൽ അടുത്ത തവണ TN പ്രതാപൻ അവിടെ തിരിച്ചു വരുവാനാണ് സാധ്യത. കാരണം TN പ്രതാപൻ അവിടെ കളിച്ച് അവിടെ നമ്മൾ കെ മുരളീധരനെ പരാജയപ്പെടുത്തുകയായിരുന്നു. TN പ്രതാപൻ്റെ ഒരു വിചാരം നിയമസഭയിൽ മത്സരിച്ച് വിജയിച്ച് മന്ത്രിയാകാമെന്നൊക്കെ ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല, ചെറിയ വോട്ടുകൾക്ക് നിയമസഭയിൽ പരാജയപ്പെട്ടു. അദ്ദേഹം
ടി എൻ പ്രതാപൻ അവിടെ ലോക്സഭയിലേക്ക് മത്സരിക്കുവാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസും സി പി ഐയും ഇടതുമുന്നണിയിലെ സി പി ഐയും സുരേഷ് ഗോപിയും തമ്മിൽ കടുത്ത മത്സരം ഉണ്ടാകും എന്നതാണ് ഒരു വസ്തുത. ഒരുപക്ഷെ സുരേഷ് ഗോപി അവിടെ പരാജയപ്പെടുവാനാണ് സാധ്യത. ടി എൻ പ്രതാപന് മത്സ്യത്തൊഴിലാളികളുടെയും മുസ്ലിം ജനവിഭാഗങ്ങളുടെയും നല്ല സ്വാധീനമുണ്ട് എന്ന ഒരു വസ്തുതയുണ്ട്. എന്തായാലും ബി ജെ പിക്ക് ആ സീറ്റ് നഷ്ടപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശകലനം. ഇനി ആലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ, ആലപ്പുഴയിൽ കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി 3 ലക്ഷം വോട്ട് പിടിച്ച ഒരു മണ്ഡലമാണ്. ബി ജെ പിയുടെ ഏറ്റവും നല്ല വോട്ടിംഗ് പിടിക്കുവാൻ കഴിവുള്ള സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണ് അവിടെ മത്സരിച്ചത് എന്ന ഒരു പ്രത്യേകതയുണ്ട്. ആലപ്പുഴ 2ാം സ്ഥാനത്തുള്ള സി പി എമ്മുമായിട്ട് ഏകദേശം 40,000-ൽ പരം വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ ബി ജെ പിക്കുള്ളൂ. 1ാം സ്ഥാനത്തുള്ള കോൺഗ്രസിൻ്റെ വേണുഗോപാലുമായിട്ട് 1 ലക്ഷത്തിൽ പരം വോട്ടിൻ്റെ വ്യത്യാസം. കായംകുളത്ത് ബി ജെ പി 2ാം സ്ഥാനത്തായിരുന്നു, അവിടെ സി പി എം 3ാം സ്ഥാനത്തായിരുന്നു. ഞാൻ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പിറകിൽ വരുന്ന നിയമസഭാ മണ്ഡലത്തിൻ്റെ കണക്കാണ് പറയുന്നത്. കായംകുളത്ത് 2ാം സ്ഥാനത്തായിരുന്നു. കരുനാഗപ്പള്ളിയിൽ സി പി എമ്മും ബി ജെ പിയും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ തൊട്ടടുത്തടുത്തായിരുന്നു. വോട്ടുകൾ ഏകദേശം തുല്യമായിരുന്നു. ശോഭാ സുരേന്ദ്രൻ വന്നാലും 2029-ൽ ആ സീറ്റ് ബി ജെ പിക്ക് പിടിച്ചെടുക്കുവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം അവിടെ മത്സരിക്കുന്നത് എന്തായാലും കെ സി വേണുഗോപാലായിരിക്കും. അദ്ദേഹം അടുത്ത പ്രാവശ്യം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുകയും ചെയ്താൽ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഒരാൾ എന്ന പരിഗണന എന്തായാലും ആലപ്പുഴയിൽ നിന്ന് ലഭിക്കും. അദ്ദേഹം അവിടെ എന്തായാലും വിജയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം അവിടെ ബി ജെ പിക്ക് ഉപകാരപ്രദമാകില്ല. ഒരുപക്ഷെ 2ാം സ്ഥാനത്തെത്തുവാൻ കഴിഞ്ഞേക്കാം സി പി എമ്മുമായിട്ടുള്ള കടുത്ത മത്സരത്തിൽ എന്നതാണ് വ്യക്തമാകുന്നത്. കാരണം ലോക്സഭാ ഇലക്ഷൻ വരുമ്പോൾ കേരളത്തിലൊരു പാറ്റേൺ എന്ന് പറയുന്നത് കോൺഗ്രസും ബി ജെ പിയും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയുമായിട്ടുള്ള മത്സരമായി മാറുകയും സി പി എം അപ്രസക്തമാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ബി ജെ പി ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിൽ കൂടുതൽ വോട്ട് പിടിക്കുകയും ആ വോട്ടിംഗ് പാറ്റേൺ അവർക്ക് നിയമസഭാ ഇലക്ഷനിൽ നിലനിർത്താൻ കഴിയാതെ വരികയും ചെയ്യുന്നത്. നമുക്ക് 2024 ലോക്സഭാ ഇലക്ഷനും 2026 നിയമസഭാ ഇലക്ഷനും കമ്പയർ ചെയ്ത് നോക്കാവുന്നതാണ്. അത് മിക്ക സ്ഥലത്തും ബി ജെ പിക്ക് അവരുടെ ലോക്സഭാ ഇലക്ഷനിലെ പ്രകടനം നിലനിർത്തുവാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ, കൊല്ലത്ത് ഗോപകുമാർ, അതായത് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ചാത്തന്നൂരിലെ ബി ജെ പി MLA, അദ്ദേഹം അവിടെ നിന്ന് മത്സരിക്കുമെങ്കിൽ പോലും അവിടെ നിലവിലുള്ള എം കെ പ്രേമചന്ദ്രനെ പരാജയപ്പെടുത്തുവാൻ കഴിയും എന്ന് തോന്നുന്നില്ല. ചാത്തന്നൂരിൽ അദ്ദേഹത്തിന് ഉള്ള സ്വാധീനമുണ്ട്, പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് സ്വാധീനമില്ല. ബി ജെ പി സ്ഥാനാർത്ഥി ഗോപകുമാർ ആയിട്ട് അവിടെ വരികയാണെങ്കിൽ അവിടെ ബി ജെ പി വിദൂരമായിട്ട് സി പി എമ്മിന് പിന്നിൽ 3ാം സ്ഥാനത്ത് തന്നെ ഫിനിഷ് ചെയ്യാനായിട്ടാണ് സാധ്യത. കൊല്ലത്തും നമ്മൾ ആറ്റിങ്ങൽ വരികയാണെങ്കിൽ അവിടെ കടുത്ത മത്സരം നടന്ന മണ്ഡലമാണ് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ. വെറും 684 വോട്ടുകൾക്ക് മാത്രമാണ് അടൂർ പ്രകാശ് അവിടെ നിന്ന് സി പി എം സ്ഥാനാർത്ഥി ജോയിയെ പരാജയപ്പെടുത്തുന്നത്. 1ാം സ്ഥാനത്തുള്ള കോൺഗ്രസും 3ാം സ്ഥാനത്തുള്ള ബി ജെ പിയും തമ്മിലുള്ള വോട്ടിംഗ് വ്യത്യാസം എന്ന് പറയുന്നത് 16,272 വോട്ടുകൾ മാത്രമാണ്. അതായത് കടുത്ത മത്സരം കോൺഗ്രസും ബി ജെ പിയും സി പി എമ്മും തമ്മിൽ നടന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ. അടൂർ പ്രകാശ് അടുത്ത പ്രാവശ്യം അവിടെ മത്സരിക്കുവാൻ സാധ്യതയില്ല എന്ന വിലയിരുത്തലാണ് വരുന്നത്. കഴിഞ്ഞ 2 പ്രാവശ്യവും അദ്ദേഹത്തെ നിർബന്ധിച്ച് അവിടെ മത്സരിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം മത്സരിച്ച് വിജയിച്ചാൽ കേന്ദ്രമന്ത്രിയൊക്കെ ആകും എന്നായിരുന്നു വിചാരം കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ. പക്ഷേ 2 പ്രാവശ്യവും അതിന് സാധ്യതയില്ലാതായി. അടൂർ പ്രകാശിന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരികെ പോകാനാണ് ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അവിടെ മത്സരിക്കാത്ത പക്ഷം അവിടെ ബി ജെ പിക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 16,272 വോട്ടുകൾ മാത്രമാണ് 1ാം സ്ഥാനത്തുള്ള ബി ജെ പിയും കോൺഗ്രസും 3ാം സ്ഥാനത്തുള്ള ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം. സി പി എമ്മിനെ സംബന്ധിച്ച് അവിടെ ഒരുപക്ഷെ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് പരാജയപ്പെട്ട ജോയി, ഇപ്പോൾ വർക്കലയുമായിട്ടുള്ള MLA ആയിട്ടുള്ള ജോയിയോ കടകംപള്ളി സുരേന്ദ്രനോ അവിടെ മത്സരിക്കും എന്നാണ് നിഗമനം. എന്തായാലും സുരേന്ദ്രൻ, ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റും ഇപ്പോൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായുള്ള സുരേന്ദ്രൻ അവിടെ വീടെടുത്ത് താമസം തുടങ്ങിയിട്ടുണ്ട് എന്ന ഒരു നിഗമനം വരികയാണ്. എന്തായാലും അവിടെ ഒരു കടുത്ത മത്സരം ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേന്ദ്രൻ വരുന്ന പക്ഷം ഉണ്ടാകും. അവിടെ ആളും അർത്ഥവുമൊക്കെ സുരേന്ദ്രൻ ഒഴുക്കും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ആറ്റിങ്ങൽ ബി ജെ പിക്ക് ഈ സ്ഥാനാർത്ഥി നിർണ്ണയം കൊണ്ട് സാധ്യതയുള്ള ഒരു മണ്ഡലമാകുന്നു, പ്രത്യേകിച്ചും അടൂർ പ്രകാശിൻ്റെ അസാന്നിധ്യത്തിൽ എന്നാണ് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിഗമനങ്ങൾ എൻ്റെ മാത്രമാണ്, നിങ്ങൾക്ക് സെപ്പറേറ്റ് അഭിപ്രായം ഉണ്ടാകാം, അതിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. തൽക്കാലം ഈ വീഡിയോ ഇടുകയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.